എല്ലാവർക്കും നമസ്കാരം. ദാമക്കുട്ടിയെ അംഗൻവാടി വിട്ടിട്ടേ ഞങ്ങൾ കാരവനും കൊണ്ടൊന്ന് ട്രയൽ റണ്ണിന് പോവുക. നമ്മുടെ ലഡാക്ക് ട്രിപ്പിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ട്രയൽ റൺ. അതുമാത്രമല്ല, നമ്മുടെ 66 ചെന്നൈയിൽ നിന്ന് ലോഡായിട്ട് കോട്ടയത്തുണ്ട്. അപ്പോൾ നമുക്ക് 66ൻ്റെ അടുത്ത് ഒന്ന് പോകണം. ഇന്ന് പോകുന്നത് ഞാനുണ്ട്, കുഞ്ഞിക്കിളിയുണ്ട്, പകുതി വഴി വരെ ദാമിക്കുട്ടിയുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, ചേട്ടായിയുണ്ട്, മുത്തുണ്ട്. ഏട്ടനുണ്ടോ? ഏട്ടൻ ഓഫീസിലുണ്ട്, ഏട്ടനെ കൂട്ടിയിട്ട് പോകാം നമുക്ക്. അപ്പോൾ ഏട്ടനും കൂടി ഉണ്ട്. ആരാ ഡ്രൈവർ? ആരാ ഡ്രൈവർ? നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഡ്രൈവർ മുത്ത്. എന്നാ കയറിക്കോ, സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക. വണ്ടി തണുത്ത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ അകത്തോട്ട് കയറാം. താൻ കുറച്ച് ചൂടൊക്കെ അടിച്ചിരിക്കുക, ഞങ്ങൾ എന്നിട്ട് കയറാന്ന്. അച്ഛമ്മേ, ദാമക്കുട്ടി അങ്കമാടി പോകുന്നത് കാരവണ്ടിയിലാന്ന് പറഞ്ഞോണ്ട് കാണാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അച്ഛന്മാര് പറഞ്ഞ ടാറ്റ കൊടുത്തോ? സ്റ്റെപ്പ് തുറക്ക്. സമയം പോകുന്നു പറഞ്ഞു. കൊച്ചു തന്നെ ആദ്യം കയറിക്കോ. ചെരുപ്പൊക്കെ അവിടെ ഊരി വെച്ച് ഡീസൻ്റാ. ഒരു കാലം തൊങ്ങി തൊങ്ങി നിൽക്കും, ഒരു കാലം ചെരുപ്പ് ഊരിയുള്ളൂ. സ്റ്റെപ്പ് അടച്ചിട്ടേ എടുക്കാവുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അച്ഛമ്മക്ക് ടാറ്റ കൊടു. പറ്റേ ഇങ്ങോട്ട് പിടിച്ചോ, ഇങ്ങോട്ട് തിരിച്ചോ, കുഴപ്പമില്ല. ഇങ്ങോട്ട് പുറകോട്ട് പോട്ടെ, നേരെ പോട്ടെ. ദിയയുടെ ഇവിടെ റോഡെല്ലാം പണിത് സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്ത്, അത് കഴിഞ്ഞപ്പം വാട്ടർ ലൈനിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി മൊത്തം വെട്ടിപ്പൊളിച്ചു. 1 മാസം പോലും ആയില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് സൈഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടി താന്നു പോകും. ഇന്ന് എവിടെയൊക്കെയാ പോന്നേ? ഇന്ന് നമുക്കേ ആകാശ് ചെന്നൈയിൽ നിന്ന് 66 ലോഡും കൊണ്ട് വന്നിട്ടുണ്ട്. കൊച്ചു സ്കൂളിൽ പോകുന്ന മറന്നുപോയോ? സ്കൂളിൽ പോവാ. ഡീസൽ പോകുന്ന വഴിക്ക് അടിക്കാം. അപ്പം ആകാശിന്റെ ലോഡ് കോട്ടയത്ത് ഇറക്കി ബാക്കി ചങ്ങനാശ്ശേരിയിലും ഇറക്കേണ്ടത്. അപ്പം അവിടെ ചെന്ന് പിന്നെ ലോഡ് ഇറക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരിയിലും കൂടെ കൊണ്ടേ ഇറക്കാം, നോക്കാം. ദാംകുട്ടിയുടെ അംഗൻവാടി എത്തി ഇറങ്ങണ്ടേ? ചേച്ചൂട്ടി കൊണ്ടുവിടും. ടാറ്റാ. പിടിക്കണേ. രണ്ടുപേരുടെ ഓടിയോ പോകുന്നേ? പിള്ളേരൊക്കെ വന്നായിരുന്നോ? ഒരു കൊച്ചേ ഉള്ളോ? ആണോ? അയ്യോ, ദാമക്കുട്ടി കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ, ഡീസന്റ് ആയിരുന്നു ഇന്നല്ലേ. അംഗൻവാടി ചെന്ന് നമ്മൾ അറിയില്ല, കേറി അങ്ങ് പോകും. ബാഗും തന്നേക്കാൻ പറയും. ഓഫീസിൽ കൂടെ കേറി പോവാ അല്ലേ? ഓഫീസിൽ കൂടെ കയറി ഏട്ടനെ കൂട്ടണ്ടേ? ശരിയാ, മറന്നുപോയി. ശരി. അതോടിക്കുമ്പോ പറയും 66 സുഖമെന്ന് പറയും. 66 ആണോ? അപ്പൊ ഇതാരുടെ വണ്ടിയാ? ഇതന്നേരം എന്റെ വണ്ടിയായിരിക്കും. കാരവണ്ടിയുടെ ഓണർ അവിടെ ഇരിപ്പുണ്ട്. മുത്തേ, ഇവിടെ ഫുള്ള് റൈറ്റ് ചേർന്നിട്ട് നമുക്ക് അതുകൊണ്ടാ ചെറിയ വഴി കൂടെ ഇറങ്ങി പോകണ്ടേ. ഫുള്ള് റൈറ്റ് ചേർന്നിട്ട് ഓടിഞ്ഞു പറഞ്ഞേ. ഫുള്ളടിച്ചോ പറ്റേ. ഇവിടെ ഇച്ചിരി വീതി കുറവാ. വണ്ടി 2-3 കിടപ്പുണ്ടല്ലോ. ഏട്ടൻ വരുന്നുണ്ട്. ആ വണ്ടി ലോഡ് കയറ്റാൻ വിടാനുള്ളതാണെന്ന് തോന്നുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നേരെ നമ്മള് മണർകാട് ചെന്ന് പാമ്പാടി വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. പാമ്പാടി വരെ പോയിട്ട് തിരിച്ച് നമുക്ക് ആകാശിന്റെ അടുത്തേക്ക് വരാം. ആകാശ് വടവാതൂരല്ല ലോഡ് ഇറക്കുന്നത്. ഉഴുന്ന് സപ്ലൈക്കോക്കുള്ള ഉഴുന്ന, അതായത് കോട്ടയം ചങ്ങനാശ്ശേരി ആയിട്ട് 2 സ്ഥലത്ത് ഇറക്കണം. അപ്പൊ കോ ഡ്രൈവറെ വേണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞൊരു കോയം കൊണ്ട് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞായിരുന്നു. 2 ഇറക്കുമെന്ന് അറിയത്തില്ല. മിക്കവാറും കോട്ടയത്ത് ഇറക്കി വെച്ച് ചങ്ങനാശ്ശേരി നാളെ നടക്കുള്ളൂ. ഞാൻ നോക്കിട്ടെ കോട്ടയത്ത് ഇറക്കിയിട്ട് വീട്ടിലേക്ക് വരാം. എന്നിട്ട് നാളെ രാവിലെ ചങ്ങനാശ്ശേരിക്ക് ഇറക്കാൻ പോയാ. ലോഡ്
നമ്മുടെ സപ്ലൈകോയിലൊക്കെയാണ് ഇറക്കുന്നത് അവരുടെ ഗോഡൗണിൽ. അവരുടെ ഗോഡൗണിലാണോ നമ്മൾ? ആ അതെ, മെയിൻ ഡ്രൈവറെ അന്വേഷിച്ച് കുറെ പേര് വണ്ടിയുടെ അടുത്ത് വന്നായിരുന്നു വടവാതൂര്. ആണോ? ആ നമ്മള് ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ കാണാമല്ലോ. ആ അത് പറഞ്ഞു വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിക്കിളിക്ക് എന്റെ വരെ പോയിട്ട് എന്തൊരു ക്ഷീണമായിരുന്നു ഈയിടെ വയനാട്ടിൽ പോയിട്ട്. അതെ 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 അതെ, ഇപ്പൊ ഓടിച്ചാടി നടക്കുന്നത്. ആ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഡീസൽ അടിച്ചോണ്ട് പോവാം. റൈറ്റിലേക്ക് കയറിക്കും. ഇതിലെ കിളിയുണ്ടോ ഇതല്ലേ? ടാങ്ക് ആര് തുറന്നു കൊടുക്കും? ആണോ? ആ കിളി തുറക്കാൻ അറിയത്തില്ല. ഞാനാ കിളി, പക്ഷെ ടാങ്ക് തുറക്കാൻ അറിയത്തില്ല. അല്ല ഇങ്ങനെ പഠിക്കുന്നു. എനിക്ക് മറ്റേ 66-ന്റെ അറിയത്തുള്ളൂ. പഠിച്ചില്ല. അതുപോലെ തന്നെ ഇതും. ഞാൻ ഓർത്തേ എനിക്ക് ടാങ്ക് തുറക്കുന്നതിന് പൈസ വേണമെന്ന് പറയാനായിരിക്കും. ആ ഓഫീസിൽ നിന്ന് ഏട്ടനെ കേട്ടില്ലേ ഇപ്പൊ ഡീസൽ ടാങ്ക് തുറക്കാനായിട്ട് ഈ കിളി പോട്ടെ. ഇറങ്ങിയ ഡ്രൈവർ ചൂടടിച്ച് നിൽക്കണ്ട, വണ്ടിയെ കയറി ഇരുന്നോ. കിളിയുണ്ട്, അടിച്ചു കഴിയുമ്പം ടാങ്കൊക്കെ ലോക്ക് ചെയ്തോളൂ. ഞാൻ ചുമ്മാ നോക്കി നോക്കി നിക്കാം ഒരു സമാധാനത്തിന് കൂടെ. സൂര്യ ഓടിക്കുന്നില്ലായിരുന്നോ? ഇതുവരെ ഇത് ഓടിച്ചിട്ടില്ല. ഓടിച്ചില്ലല്ലേ? ആ അതെപ്പോഴും ഓടിക്കണല്ലോ. ഓടിച്ചു നോക്കണം. ലഡാക്ക് ട്രിപ്പ് ആവട്ടെ, അങ്ങോട്ട് ഓടിച്ചങ്ങ്. ലഡാക്ക് ചെല്ലുമ്പോ? ലഡാക്ക് ചെല്ലുമ്പോഴല്ല, പോകുന്ന വഴി ഒന്ന് കൈ തെളിയിക്കണം. കോ ഡ്രൈവർ കയറി കോ ഡ്രൈവറുടെ സീറ്റിലിരുന്നു. കിളി പക്ഷെ നമ്മുടെ വണ്ടിയിൽ അങ്ങനല്ല, ക്യാമറമാനായിരിക്കുന്നെ. 4 മണിക്കാറ്റ്. കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ ഇരിക്കുവോ? അതെ, 4 മണിക്ക് കാറ്റ് വരുമെന്ന് ഇവിടെ. ഇപ്പൊ നമ്മൾ മണർകാട് എത്തി. അപ്പൊ നമുക്ക് പാമ്പാടിക്കാ പോകണ്ട കേട്ടോ. 2 പേരേ ഉള്ളു പുറയിലിരിക്കാൻ. ഈ വണ്ടിയാലേ ഒരുപാട് യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും, ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ കുംഭമേളയ്ക്ക് പോയതാ ഏറ്റവും വലിയ ട്രിപ്പ് പോയത്. പക്ഷേ ഇങ്ങനെ ഇരുന്ന് അധികം യാത്ര ചെയ്തില്ല. കൂടുതൽ സമയം ഡ്രൈവർ ക്യാബിലായിരുന്നു. പക്ഷേ ഡ്രൈവർ ക്യാബിൽ ഭയങ്കര ചൂടാണ്. പക്ഷെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അസുഖം നമുക്ക് വിഷ്വലി കാണണമെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന. അതെ, നമുക്ക് ലഡാക്കിന് പോകാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഡ്രൈവറായത്. നമ്മളെ എൻ്റെ വരെ പോയ പോലെ കൂടുതലും മുത്ത് തന്നെ ഓടിച്ചോളാം ഇപ്പോഴേ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറൊരു പോസ്റ്റ് ഉണ്ട്, ക്യാമറ വുമൺ. ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. വണ്ടി ഓടിക്കുന്നതാണോ? എന്നാ പിന്നെ വണ്ടി ഓടിച്ചു. ഞാൻ എന്നും കാണുന്ന കേട്ടോ. എവിടെ പോയപ്പോ? ഞാനൊരു കല്യാണം കൂടിയിട്ട് ഇപ്പൊ വന്നേ ഉള്ളു. അപ്പൊ ഞാൻ വെറുതെ നോക്കി, ഇപ്പൊ കണ്ടതാ. എനിക്ക് ഭയങ്കര, എനിക്കറിയാൻ പാടില്ല. ഇത് ഇട്ടാക്കല്ലോ കേട്ടോ, നാണിപ്പിച്ചാക്കല്ലേ. ഞങ്ങൾ ഇന്നലെ രാത്രി ഞാൻ 11:30 കൂടെ നിങ്ങളുടെ ഇവിടെ പോയില്ല. നിങ്ങൾ എവിടെയും പോയേ? ചെന്നൈക്ക് പോയത്. അത് കണ്ടു കിടന്നുറങ്ങി. ഇന്ന് നോക്കിയിരിക്കുക 11 മണിക്ക് എപ്പോഴാ. അത്രയും ഭയങ്കര സ്പിരിറ്റ്. എവിടെ വീട്? എവിടെ വീട്? കൂത്താട്ടോളോ. തന്നെയുള്ളൂ? അതാരോ കൂടെ? മോൻ. എനിക്ക് ഭയങ്കര രാജേഷുണ്ട്. ഞാൻ എന്നും വരുന്നവർക്ക് എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് വരണോന്നൊക്കെ എന്തെല്ലാം കൊതികളായിരുന്നു എനിക്ക്. പേരെങ്ങനെയാ? പേര് ജെസ്സി. ജെസ്സി. എന്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്. പക്ഷെ ഞാനും കൊതിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ചിലപ്പോ ആഗ്രഹമുള്ളിലുണ്ട്. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി കാണുമ്പോൾ പേടിയാ. ചേച്ചി വേറെ ഹലോ. മനസ്സ് സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇത് കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. പക്ഷെ ഒരു 10 വർഷം മുമ്പായിരുന്നേ ഞാൻ വണ്ടി ഓടിക്കാൻ പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. പറ്റിയല്ല. ഇത് ജയേന്ദ്രൻ ചേട്ടൻ, എൻ്റെ നാട്ടുകാരനും പിന്നെ ഞങ്ങളുടെ എക്സ് ഡ്രൈവറും, ഇപ്പൊ KSRTC ഡ്രൈവറുമാണ് അല്ലേ? എന്നോട് വിശേഷമൊക്കെ. അപ്പൊ ഞങ്ങളിടയ്ക്കൊക്കെ വഴി വെച്ച് കാണുന്നുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യം വീഡിയോക്കകത്തുണ്ടായിരുന്നു. എന്നോട് എത്ര പേര് ചോദിച്ചെന്നറിയാം ഇതുപോലെ നിങ്ങളുടെ ഈ ചാനൽ കണ്ടിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു പുത്തോട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നോ അതെ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു.
അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ. എന്നോട് ചോദിച്ചു ഇത് ഇടാനായിരുന്നു എങ്ങനെയാണെന്നൊക്കെ എന്നോട് ആ ആ ചോദിച്ചു. ഇത് എന്നിട്ട് പറഞ്ഞതൊക്കെ ശരിയാണോ? ശരിയാണെന്ന് അറിയണ്ടേ ആൾക്കാർക്ക്? അതെ, അതെ. നാട്ടുകാരനാന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞ എന്റെ നാട്ടുകാരനാണ്, ചെറുപ്പം തൊട്ട് എല്ലാവരെയും അറിയാം, അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും അറിയാവുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നെല്ലാം പറഞ്ഞു. ഒത്തിരി എന്നോട് ചോദിച്ചത്. അവിടെ പാലാടിപ്പേരുള്ള ഒരുപാട് ഡ്രൈവർമാർ ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ശരി, എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവർക്കും രതീഷിനെ അറിയത്തില്ലെന്നുള്ളേ ഉള്ളൂ. പാലയിലാണോ? പാലാടിപ്പാലാണോ ഇപ്പൊ? ഇത് മോള്, ഇത് വൈഫ്. മോളെ പേരിനാടാ? അനഘ. ചേച്ചിയുടെ പേര് മറന്നുപോയി. ഷീജ. ഷീന. ഞാനിപ്പോ ഒത്തിരി നാളായില്ലേ നാട്ടിൽ നിന്ന് വന്നിട്ട്, അപ്പൊ എന്നൊന്നും കാണുന്നില്ല. ചേട്ടനെ പിന്നെ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. ശരി, ഏറ്റുമാൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളും ഇടയ്ക്ക് ഇങ്ങോട്ടോട് വരണ്ടേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബൈജു ചേട്ടന്റെ വീട്ടിലാണ് ഉള്ളത്. കോട്ടയത്തെ വീട്ടില്? അതെ, കോട്ടയത്തെ വീട്ടില്. ആ, ഞാൻ ബൈജു നായർ. ഞാനുണ്ട്, അമ്മയുണ്ട്. ഞങ്ങള് ഇപ്പൊ തൽക്കാലം ഞങ്ങൾ രണ്ടുപേരോടെ ഉള്ളൂ. അമ്മ നമ്മുടെ വീഡിയോയിലൂടെ പലർക്കും പരിചയം കാണും. കാരണം 80 വയസ്സിലും വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ ചെയ്തിരുന്നു. അന്ന് കാലൊടിഞ്ഞത് അമ്മയുടെ. പിന്നെ ഇതുവരെ ഓടിച്ചിട്ട് വെറുതെ ആ വീഡിയോ എടുക്കേണ്ട കാര്യം. ജിമ്മിൽ പോയി ഒരു വീഡിയോ ഇട്ടു. ഒന്നുകിൽ മസിൽ അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് ടെന്നിസ് എൽബോ പോകാനും പറ്റത്തില്ല. അല്ല, ബൈജു ചേട്ടൻ നമ്മളെ കാണുന്നതിന് തൊട്ട് അമ്മ നമ്മളെ കാണാൻ തുടങ്ങിയത്. അമ്മ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളെ കാണാനൊന്നുമില്ല, അങ്ങനൊന്നും പറയരുത്. അത് തന്നെ, അത് തന്നെ. രാവിലെ ഇവരുടെ വീട്ടിൽ നിന്ന് പൊറോട്ടയാണ് തന്നെ. പൊറോട്ടയ്ക്ക് നമുക്ക് അതിലും എന്താ പ്രതികാരം ചെയ്യണ്ടേ? ബിരിയാണി തരാം. കുറയ്ക്കാൻ പാടില്ല നമ്മള്. ഞാൻ രാവിലെ അപ്പം മുട്ടയൊക്കെ ഇപ്പം വരുന്നല്ലോ നേരെ പറഞ്ഞ എനിക്ക് രാവിലെ പോണം. കുഞ്ഞിക്കിളിക്ക് ഇഷ്ടമുള്ള ബിരിയാണി. അത് ബൈജുചേട്ടൻ പ്ലാൻ ചെയ്ത് തന്നെ ബിരിയാണി മേടിച്ച. ചിക്കൻ ബിരിയാണി. പിന്നെ അമ്മയാക്കിയാലും മീനൊക്കെ വറുത്ത് നല്ല മീൻകറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ചോറും നല്ല മീൻകറി എന്നുള്ളത് കാഴ്ചകളല്ലേ, കഴിച്ചു നോക്കിട്ട് വന്നാ. അമ്മയുടെ മീൻകറിയൊക്കെ നല്ലതായിരിക്കും. അതെ, മോശം വരികയല്ല. നല്ല മീൻകറി കേട്ടോ അമ്മ. കണ്ടോ, ബൈജുചേട്ടൻ തന്നെ കഴിച്ചിട്ടേ അതാ ടേസ്റ്റ് വല്ല തോന്നാതെ. അതൊന്നുമല്ല ഞങ്ങളത് ഉള്ള പോലെ വന്നോ. ആ, അതെ. അല്ല, ബൈജുചേട്ടൻ എന്നും ഇതേ ടേസ്റ്റ് കഴിക്കുന്നോണ്ടാ. ആ, ബാക്കി നമ്മൾ വാങ്ങിച്ച ബിരിയാണി നല്ലതല്ലേ? അതെ, ബിരിയാണി. അതെ. അപ്പോഴേ ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ഈ വണ്ടിയും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. മാറി മാറി ഓടിക്കാം. ഇപ്പൊ അപ്പൊ ആർക്കൊക്കെയാ ഓടിക്കേണ്ടത്? വേറെ കാര്യമുണ്ട്, എന്നാ വെച്ചാൽ 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. മാറി മാറി ഓടിക്കാൻ. ഇവിടെ വന്നിട്ട് കയറ്റിക്കൊണ്ട് പോകേണ്ടി വരും. ആ, അപ്പൊ ഇതിന്റെ ടോപ്പൊക്കെ മടക്കി ഡിക്കിക്കകത്ത് വെച്ചേക്കാം. അതെ. ഞാൻ ഓർക്കും വൈശാഖ് നീ മഴയും പിടിച്ച് നനഞ്ഞാണോ വന്നത്. വെളുപ്പിനെ അവിടെ ഒരു 5:30 6 മണിയൊക്കെ പോരുമ്പോ ഇങ്ങനെ പോരും. ആ, തുറന്നു വെച്ച് പോരാ. അന്ന് ബൈജാന്റെ വീട്ടിൽ ഇന്നാളൊന്ന് പോയായിരുന്നു. അന്നൊന്ന് നോട്ടം ഇട്ട് വെച്ചതാ. കാലം അങ്ങോട്ട് എത്തുന്നില്ല. ആ, സൗണ്ട് കേട്ടോ. നമ്മുടെ ലോറിയുടെ ഹോഴ്സ് പവർ ഉള്ള അല്ലേ? 300 ഹോഴ്സ് പവർ എത്ര? 300. നമ്മുടെ 66-ന് 230 ഉള്ളൂ. അതെ. ആ, BMW Z4 എന്ന് പറയുന്ന സ്പോർട്സ് കാറാണ് ഇത്. ഇതിൻ്റെ എൻജിൻ 3 ലിറ്റർ പെട്രോൾ എൻജിനാണ്. എൻജിൻ 6 സിലിണ്ടറുമാണ്. നമ്മുടെ ലോറിയിൽ വരുന്ന 6 സിലിണ്ടർ എൻജിനാണ് എന്ന് പറഞ്ഞാൽ 6 സിലിണ്ടർ എൻജിനുമാണ്. പിന്നെ ഇത് 2 ഡോറാണ്. 2 പേർക്ക് ഇതിൽ ഇരിക്കാനും പറ്റുള്ളൂ. പിന്നെ ഒരു പിള്ളേർക്ക് പോലും ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡി കൺവെർട്ടബിളാണ്. നല്ല രസമല്ലേ? ഇഷ്ടപ്പെട്ടിരിക്കും. ചൂടുണ്ടായാലുവേ ചൂട് അധികം അറിയില്ല. ഇതുണ്ടോ AC കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം AC ഇട്ടാലും നമ്മളിപ്പോ ഓപ്പൺ എയറിൽ വെച്ചാലും AC ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ് ആണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. കാല് കൊടുത്താൽ പറക്കും അല്ലേ? സത്യം ആദ്യമായിട്ട് എങ്ങനെ ഒരു വണ്ടി ഓടിക്കുന്ന. BMW ആദ്യം ഓടിക്കുന്നത് അല്ലേ? ആ, BMW ആദ്യമായിട്ട് ഓടിക്കുന്ന. അതേ ആള് മാറി. കൊള്ളാം കേട്ടോ, അടിപൊളിയാ അല്ലേ? പക്ഷേ ഈ വണ്ടിയൊക്കെ ഓടിക്കാനുള്ള വഴി നമുക്ക് കേരളത്തിലില്ല.
ഭയങ്കരമായിട്ട് ആ ഫുൾ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല ഇവിടെ വഴി. അതെ, അത് വല്ല 6 ലൈനിലൊക്കെ നല്ല എക്സ്പ്രസ് ഹൈവേയിലൊക്കെ ആണെങ്കിൽ പറന്നു പോവാം. പറപ്പിക്കുകയാണല്ലോ എടുത്തപ്പോഴേ. ഇതിന്റെ പവറൊന്നും അറിയണ്ടേതാ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഫുൾ ഇതറിയാനുള്ള ഒരു വഴിയില്ല നമുക്ക്. KSRTC പ്രൈവറ്റ്, ഇവിടുത്തെ ബസ് സമ്മതിക്കില്ല. 1.5 വരെ ഇപ്പൊ KSRTC വന്ന് അത് വളവിനൊക്കെ കയറി വളവിന് നേരെ വന്നിട്ടേ അയ്യോ. ഇറങ്ങിക്കോ, ഞാൻ അടുത്ത ആള് പോട്ടെ. അടുത്ത ആളെ അല്ലേ, ഈ വണ്ടിയും കൊണ്ട് പോയി. ഇതേ അടയ്ക്കണമെങ്കിൽ അറിയാമായിരുന്നോ, വല്ല മഴയും പെയ്തിരുന്നെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണ്ടായിരുന്നോ? അടുത്തായിട്ട് നമ്മുടെ രാജേഷും കുഞ്ഞിക്കളയും കൂടെയാണ് പോകുന്നത്. രാജേഷ് ബ്രോയ്ക്ക് ഇത് എങ്ങനെയായാലും ഓടിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് തന്നെ, കഴിക്കാൻ പോലും വേണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാനും കൂടെ ഓടിച്ചു നോക്കാം. എപ്പോഴും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ലല്ലോ, ഒന്നും കാണത്തില്ലല്ലോ. ലോറിയൽടിക്കുന്ന പോലാന്ന് ഓർത്ത്. അപ്പൊ ഞങ്ങള് കറങ്ങിയിട്ട് വരാവേ. അങ്ങനെയുണ്ട്, കൊള്ളാം, അടിപൊളിയല്ലേ? ഇച്ചിരി പൊക്കം കുറവാണോ എന്നൊരു സംശയം, കുഴിക്കാത്തിരിക്കുന്ന പോലെ ഉണ്ട്. അത് സ്ഥിരമായിട്ട് ലോറിയിൽ പോകുന്നോണ്ട് തോന്നുന്നു. അതാണ് എനിക്കൊരു സംശയം. ഇപ്പം ലോറിയല്ലിരുന്നിരുന്നേ പറപ്പിച്ചു വിടാല്ലേ, നല്ല വഴിയായിരുന്നെങ്കിൽ. നല്ല വഴിയായിരുന്നു. ഈ വഴിക്ക് അത്യാവശ്യം പറപ്പിക്കാം. പിന്നെ ബസ് ഓപ്പോസിറ്റ് വരുന്നു, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളവെങ്കിൽ. നമുക്കേ തമിഴ്നാട്ടിലെ വഴിയെ കൂടെ ഒക്കെ ആണെങ്കിൽ. തമിഴ്നാട്ടിലെ വഴിയൊന്നും അല്ല, നമുക്ക് ഹൈവേ ഒക്കെ ആയി 6 ലൈൻ, അവിടെ കൂടെ പോവാം. തീർന്നില്ലല്ലോ, നമ്മുടെ ഹൈവേയുടെ പണിയും കൊണ്ട് പൂർത്തിയായില്ലല്ലോ. അതൊക്കെ ആവും ഉടനെ തന്നെ. നോക്കി തിരിച്ചോ കേട്ടോ. നീളോ ഫ്രണ്ടിലോട്ടല്ലേ? പറപ്പേര് പറഞ്ഞോ. കൊള്ളാം അല്ലേ? സൂപ്പർ സൂപ്പർ. അമ്മ ഇനോനെ BMW ഓടിച്ചിട്ടുണ്ടോ? BMW ഓടിച്ചായിരുന്നു നമ്മൾ ഇന്നാള്. അത് ബെൻസാ. അതെ, ഞാൻ ആദ്യമായിട്ടാ വേണം. ഞാനും ആദ്യമായിട്ടാ. ഞങ്ങൾ ഇറങ്ങി വരുന്നതൊന്നും എടുക്കാൻ ആരും ഇല്ലേന്ന് ഇവിടെ. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മുടെ സീഫർ ഓടിച്ചിട്ട്? അടിപൊളി അല്ലേ? അതെ, ആദ്യം കേറി ഇരിക്കുമ്പോഴേ കാണത്തില്ലെന്ന് തോന്നും, പക്ഷെ ഓടിക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റാ. അതാണ് എൻ്റെ ഒരു സുഖം. പിന്നെ പവർ എങ്ങനെയുണ്ട്? ഒരെണ്ണം വാങ്ങിക്കല്ലേ? ഒരെണ്ണം വാങ്ങിക്കും രതീഷേ, അല്ലേ? ഒരു മിനി കൂപ്പർ കൺവേർട്ടബിൾ എങ്കിലും വാങ്ങിക്കും വേഗം. ലോറി എടുത്ത സമയത്ത് ഇതും കൂടെ ലോറി ഓടിച്ചാൽ കാശ് കിട്ടുമല്ലേ? ഇത് കാശ് പോവുള്ളൂ. എന്തായാലും ഒരു പ്രത്യേക സുഖമാണ് ഈ കൺവേർട്ടബിൾ എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേക രസമാണ്. അതും വെളുപ്പിനെയൊക്കെ ചെറിയ മിസ്റ്റൊക്കെ ഉള്ളപ്പോൾ നല്ല രസമാണ്, നല്ല രസമാണ് ഓടിക്കാൻ. കുട്ടിക്കാലത്തോടൊക്കെ. പക്ഷെ അതുവഴിയൊക്കെ പോകാൻ ഇച്ചിരി അടിപൊളി. ഇങ്ങനെ അത്ര വിൻഡി റോഡ്സ് ഉള്ള സമയത്ത് നല്ല രസമാണ്. അപ്പോൾ എന്തായാലും പുത്തായിട്ട് ട്രാവൽ ബ്ലോഗിൽ വലിയ താമസമില്ല ഒരു കൺവേർട്ടബിൾ പ്രത്യക്ഷപ്പെടുമെന്ന പ്രത്യാശയോട് കൂടി. അതിന് ഇച്ചിരി താമസം എടുക്കും. അല്ല, ശ്രീധരൻ കൊടുക്കാം നമുക്ക് കല്യാണം കഴിച്ചു വിടുമ്പോ. ഇല്ലല്ലേ? ശ്രീധരൻ കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെയുണ്ട്. നമ്മുടെ ലോറിക്കൊക്കെ പടുത ഇങ്ങനെ ആക്കിയാലോ? ലോറി ഓടിച്ചൊന്നേ ജർമ്മനി കൊണ്ടുപോയാൽ മതി, അവരവിടെ നിന്ന് ചെയ്തു തരും. ഞങ്ങളും അത് പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അതെ, ഇനി പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ രാജേഷ് പ്രതീക്ഷയോടെ നോക്കും, അങ്ങനെ വല്ലതും നടന്നു.
പ്രതീക്ഷയ്ക്ക് അപ്പൊ ഏതൊക്കെയാലും ഇന്ന് ബജിച്ചേട്ടൻ്റെ വീട്ടിൽ വന്ന് അമ്മയെ പരിചയപ്പെടാൻ പറ്റി. അമ്മ നല്ല സൂപ്പർ ഡ്രൈവറാണ്. ഈ 83-ാമത്തെ വയസ്സിലെ വണ്ടി ഓടിച്ചുകൊണ്ട് എറണാകുളത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ കാല് വയ്യാത്തോണ്ട് കുറച്ച് നാളായിട്ട് പോകുന്നില്ല. അതെ, അല്ലെങ്കിൽ ഇപ്പോഴും പോയനെ. അതുകൊണ്ട് അമ്മ ഇപ്പോഴും നല്ല സ്ട്രോങ്ങാ. അപ്പൊ എന്നാലും ഞങ്ങളുടെ വീട് സന്ദർശിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടില് ബസ്സിൽ ആദ്യമായിട്ട് ആൾക്കാർ വരുന്നത്, വണ്ടി കാറിലേക്ക് വരുന്നത്. അത് ബസ്സിന് വരാനുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടാ. എന്തായാലും ഭയങ്കര സന്തോഷം. ഞാൻ ഒത്തിരി നാളെ ഇവരോട് പറയാറുണ്ട് ചേട്ടാ വീട് എവിടെയാണ്, അതുവഴി പാസ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കും. അപ്പൊ അമ്മ ഒരു ദിവസം അങ്ങോട്ട് പോവാ. നമ്മളെപ്പോഴും അതുവഴിയല്ലേ പോകും. അതെ, അപ്പൊ ഇനി അതുവഴി പോകുമ്പോ വീട്ടിൽ വന്ന് കയറിട്ട് പോവാം. അതെ, നിങ്ങള് അത് കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും ഇതിലുണ്ട്. ഞങ്ങള് കാശ്മീരിൽ കാണും. ഞാനീ പറഞ്ഞ ഒരു ദിവസം വരെ നമുക്കൊരു ട്രിപ്പ് അടിക്കാം. അതെ അതെ, പോയേക്കാം. ഇനി ഞങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ളപ്പോ ഒരു ദിവസം ഇങ്ങോട്ട് വരാം. ഫ്രീ ആയിട്ടുള്ള ദിവസം വന്നേക്കാം. ഈ ഏരിയയിൽ ഒരു ട്രിപ്പ് ഹൈറേഞ്ചൊക്കെ. ആയിക്കോട്ടെ. അപ്പം ബിരിയാണിക്കും എല്ലാത്തിനും താങ്ക്സ്. ആ വില്ലേജ്. അതെ, ഇത് കണ്ടാ ഇപ്പം കുഞ്ഞിക്കളിക്ക് മിനിക്കപ്പുറം ആണോന്നാ പറഞ്ഞു. അത് മുമ്പ് പറഞ്ഞ ലോറി ഓടിയാ എന്നാലും എട്ടും, ഇത് അങ്ങോട്ട് വളയ്ക്കൊണ്ടിരിക്കണ്ടേ. അതെ അതെ, ഡ്രൈവർ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് AC-യിലിട്ടും ഇരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതേ അല്ലായിരുന്നു. നേരെ 66-ന്റെ അടുത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പ്ലാൻ എല്ലാം മാറി മറിഞ്ഞു. അത് തന്നെയല്ല, 66 ലോഡ് ഇറക്കാനും തുടങ്ങിയിട്ടില്ല ഇതുവരെ. ലോഡ് ഇറക്കാൻ തുടങ്ങിയില്ലേ? ഇല്ല. അപ്പൊ ഇന്ന് ഏതൊക്കെയാലും ഇവിടെ വന്ന് ബജിച്ചേട്ടൻ്റെ അമ്മയെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി. പിന്നെ മറ്റേ നമ്മുടെ BMW ഓടിക്കാൻ പറ്റി. അതെ അതെ, ഇപ്പൊ കുറച്ച് നിമിഷങ്ങൾ അവരോടൊപ്പം ചെലവഴിച്ചിരുന്നു. നിമിഷങ്ങളുള്ള കുറച്ച് മണിക്കൂറുകൾ എന്ന് പറയാം. അതെ. അപ്പൊ ഇന്ന് ശരിക്കുവേ കാരവനിൽ ചെറിയൊരു ട്രിപ്പ് ട്രയലാണോന്ന്? അതെ അതെ, ട്രയൽ റണ്ണാ. നമ്മുടെ ലഡാക്കിന് പോകുന്നതിന്റെ മുന്നോടിയായിട്ട് വണ്ടി ചുമ്മാ ഓടിച്ചൊക്കെ ഒന്ന് നോക്കിയാ. നീ ഇപ്പോഴും ഒത്തിരി പരിപാടികൾ വീട്ടിൽ ചെന്നിട്ട് കിടപ്പുണ്ട്. ഈ വണ്ടിയിൽ എത്ര സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കണ്ടേ പോകാനുള്ളത്? അത് തന്നെ, ഈ വണ്ടിയിൽ അല്ലാതെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, അതിനൊക്കെ സമയമുണ്ട്, വേണം. അപ്പോൾ അത് തിരിച്ച് നമ്മൾ മണർകാടായി. അപ്പോൾ നമുക്ക് വണ്ടി വടവാതൂരല്ല ഓർഡർ ഇറക്കുന്നത്. 66 ഇറക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. നമുക്ക് അങ്ങോട്ട് പോവാം. ആകാശ് എന്തെടുക്കാന്നൊക്കെ നോക്കാം. ഇന്നലെ വന്നതല്ലേ വണ്ടി? അല്ല, ഇന്നലെ അല്ലേ, രാവിലെ വന്നാ. രാവിലെയാണോ? അവിടെ ആ സൈഡിൽ നല്ല ചൂടുണ്ട്, അത് തന്നെ നോക്കണം. അതിലെ ചൂട് കയറുന്നുണ്ട് നല്ലപോലെ അകത്തേക്ക്. കാശ്മീർ കഴിഞ്ഞിട്ടേ തണുപ്പ് തുടങ്ങുള്ളൂ. അതിനിപ്പുറം വരെ നല്ല ചൂടാ പോകുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ വടവാതൂരെത്തി. കുറച്ചപ്പുറയാ വണ്ടി. ഈ മെയിൻ റോഡ് സൈഡിൽ തന്നെ എവിടെയെങ്കിലും ആയിരിക്കുവേ, നോക്കണം. നമ്മുടെ കോ നിൽക്കുന്നു. അവൻ എന്താ വീട്ടിൽ നോക്കിയാ നോക്കി പരിപാടിയാ, ചെറുവണ്ടിയെ വല്ലതും വരുമെന്ന് വിചാരിച്ചു ഇതും എടുത്തോണ്ടാണോ വന്നിരിക്കുന്നത്? ഇതേ ഈ ഒരു കോ ഡ്രൈവറെ കൊണ്ട് തരാൻ വേണ്ടിട്ടാ, ലോഡ് ഇറക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. 2-3 പേരുണ്ട്. ആരാ വേണ്ടേ? ഒരാളെ തന്നാ മതി. ആ, അതിന് വേണ്ടി വന്നതാ. 1, 2 പച്ചക്കിളി മഞ്ഞക്കിളി ചവളക്കിളി എല്ലാം ഉണ്ടല്ലോ. എടപ്പോഴാ ഇങ്ങോട്ട് വന്നാ. വേറെ വലിയ വണ്ടി ഒന്നും കണ്ടില്ല അവിടെ കിടക്കുന്നത്. ഇത് ഇറക്കോ ഇന്ന്? ഇന്നിറങ്ങി 4:30 ശേഷം അറിയത്തുള്ളൂ. ആണോ? അപ്പൊ ഞങ്ങൾ അവിടെ എങ്ങാനും വണ്ടി ഒതുക്കിയിട്ടിട്ട് വരാം. പമ്പില് അങ്ങോട്ട് ഇടാം. പടുതായൊക്കെ കഴിക്കാൻ വേണ്ടി 2 പേര് വരുന്നുണ്ട്. ഞാനൊരു കിളിയേയും കോ ഡ്രൈവറെയും ഒക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും ഇവിടുത്തെ ലോഡിങ്ങിൻ്റെ ചേട്ടന്മാരാണ്. അപ്പോൾ ഇവർ 2 പേരും നമ്മളെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുമായിരുന്നു. ഇന്നത്തെ ലോഡിങ് കഴിഞ്ഞോ? നമ്മുടെ വണ്ടിയും കൂടെ ഉണ്ടല്ലേ, അതോടെ ഇറക്കണം. അപ്പോഴേ ഇന്നത്തെ ഡ്യൂട്ടി വരുള്ളൂ. വീട് ഇവിടെ തന്നെയാണ്. പേരെങ്ങനെ? എൻ്റെ പേര് പവിത്രൻ. ചേട്ടൻ ബെന്നി. അപ്പോൾ നമ്മുടെ കോട്ടയത്തെ സപ്ലൈക്കോടെ ഗോഡൗൺ ആയത്. അപ്പോൾ നമുക്ക് ഇന്ന് ലോഡ് ഇറക്കുമെന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. കോ ഡ്രൈവറും കൂടെ വാ. അത് ഇനി ഇവിടെ പകുതി ഇറക്കിച്ച് ബാക്കിയുണ്ട് ചങ്ങനാശ്ശേരിയിലും ഇറക്കണം. അതെ, ഇന്ന് ഇറക്കി കിട്ടിയാലേ അല്ല അവിടെ നാളെയെല്ലാം കൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ കാര്യത്തിന് തീരുമാനമായ ലക്ഷണമായ ഇന്ന് ലോഡൊന്നും ഇറക്കുകയില്ല. അപ്പോൾ നമുക്ക് വണ്ടിയെ കുറച്ച് അരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഇത് പൊന്നിയരി, കുഞ്ഞരിയില്ലേ? അപ്പോൾ നമ്മൾ പിന്നെ തമിഴ്നാട് എന്നാ പിന്നെ നമുക്ക് പോയാലോ?
ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പടുത അഴിച്ചു വെച്ചിട്ട് പോകാം. അപ്പൊ നാളെ വന്ന് എളുപ്പമുണ്ട്. ആ നല്ലതായിരിക്കും. നാളെ ഇറക്കേണ്ടി വരികയല്ലേ പടുത അഴിച്ചു വെച്ചിട്ട് പോവാണ്. നല്ല മഴ ഇപ്പൊ പെയ്യും. അതുകൊണ്ടേ എന്നാ ഒരു ഇതിനെ ആ ഒരു ചരിവ് ശരിയുണ്ടോ? ആ ഇങ്ങനെ നോക്കിയിട്ട് ശരി, എന്തോ അല്ല കണ്ടിട്ട് എന്തോ തോന്നുന്നുണ്ടോ? അതെ, അത് ആ സൈഡ് ബോഡിക്ക് ചെറിയൊരു കുളമുണ്ട് അവിടെ. അത് ഇന്നാളെ ഒരു പൈപ്പിലോട് കയറ്റിയതാ. ആ അതെ, നല്ല മഴയാ. അപ്പം വണ്ടി ഇച്ചിരി ആ ഇറക്കത്തേക്ക് ഇടാന്ന് വെച്ചു. എന്നാ വെച്ചാൽ പടുതായാൽ മഴ പെയ്ത വെള്ളം ഒഴുകി പോകുന്ന പോലെ ഇച്ചിരി താഴേക്ക് ഇറക്കി ഇടാനുണ്ട്, താഴേക്ക് ഇടാനുണ്ട്. എന്നാ മഴയാന്ന് നോക്കിയേ. മഴ തകർത്ത് വയ്യ. ഇപ്പൊ മടിയിലൊന്ന് പോയി കയറുകയായിരുന്നെ പോയേക്കായിരുന്നു. ആ ആകാശ് ബ്രോ കുടയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ വരണം. രാവിലെ ഇവിടെയും ചങ്ങനാശ്ശേരിയിലും ഇറക്കണ്ട. കോട്ടയത്തും ചങ്ങനാശ്ശേരിയാ. ഈ രണ്ട് സ്ഥലവും ഒരു ദിവസം തന്നെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. അതെ, മഴ കുറയാൻ നിന്ന കാര്യം നടക്കില്ല. നമുക്ക് പതുക്കെ അങ്ങ് നടക്കാം. ഹലോ, അതിന് നീ എന്നാ കുട എൻ്റെ തന്നിട്ടേ ഓടാവുള്ളൂ. ഇപ്പോൾ അവിടുന്ന് മഴയൊക്കെ ഏതൊക്കെയാലും കുറഞ്ഞു. കോട്ടയം വഴി പോയേക്കാം അല്ലേ? ഇവൻ്റെ ഒരു യോഗമായി. നമ്മള് പിന്നെ കോട്ടയറെ വിളിക്കാൻ വേണ്ടി വന്ന് അന്ന് കൂട്ടിക്കൊണ്ട് പോവാ വീട്ടില്. എങ്ങനെയുണ്ട്? അതെ, ഇപ്പൊ നമ്മൾ ഇതിലെ മണർകാട് വഴി പോയി പാമ്പാടി പോയി തിരിച്ചിങ്ങനെ കറങ്ങി നേരെ കോട്ടയം വരിക. അപ്പോൾ ഇത് കഞ്ഞിക്കുഴി എത്തി. എന്താണല്ലോ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ പുതുപ്പള്ളിയൊക്കെ. ഞങ്ങളുടെ പർച്ചേസിങ് കഴിയുമ്പോഴത്തേനും വന്നേക്കണേ. മഴയല്ലേ. ആര് വരും? രാജേഷ് ബ്രോ. ആ ഇതിലേ ഇറങ്ങുന്നേ. ഞങ്ങൾ ഇതിലേ ഇറങ്ങിക്കോളാം. കൊടേ ആദ്യം മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കൊട എടുത്തോണ്ട് പോകോളെ. വേണ്ട, അത് കാലം കൂടെ ആയതുകൊണ്ടേ അത് വേണ്ടെന്ന് ഞങ്ങൾ നനഞ്ഞോളാന്ന്. ഈ റൈറ്റ് സൈഡിലാണ് കോട്ടയം കളക്ടറേറ്റ്. ഇതിലെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലോ. നേരെ പോയാൽ പോരെ? നേരെ പോയാൽ മതി. ആ നേരെ പോയാൽ റെയിൽവേ സ്റ്റേഷൻ. അതെ, നമുക്ക് ഇതിലെ തിരിഞ്ഞു പോവാം. നേരെ പോകത്തില്ല വേണ്ടിയാ. മഴ പിന്നെയും കണക്കാണോ? ശാസ്ത്രി റോഡാ ഇത്, ശാസ്ത്രി റോഡ്. അതെ, മഴ പിന്നെയും കൂടുകയെന്ന് തോന്നുന്നു. നമുക്കേ ചായയൊക്കെ കുടിച്ചിട്ട് പോകായിരുന്നു. മഴയാണല്ലോ. ആ മഴ ഇറങ്ങിപ്പോകാൻ പാടാ. ഇനിയിപ്പോൾ ഉള്ള കുട ഒരെണ്ണം അവർ കൊണ്ടുപോവുകയും ചെയ്തു. ഇതിന് കുടയില്ലേ? ഇതേ കുട മേടിച്ചില്ല. ഇതേ കുടയുണ്ട്. ഉണ്ടോ? ആ ശാലം വലുതാ. മറ്റേ ബീച്ച് അമ്പർലയാ. അതെ അതെ, ഇവന്റെ എടുത്ത് കൊടുക്കാം. അവൻ പിടിച്ചോണ്ട് നടക്കുക തന്നോളൂ. അതാ നല്ലത്. അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് ഏറ്റുമാറ്റേക്ക് പോയേക്കാം. കോട്ടയൊക്കെ കഴിഞ്ഞു. അതെ, ഇങ്ങോട്ട് മഴയില്ല നോക്കിക്കേ. അതെ അതെ, ഇങ്ങോട്ട് അവിടെ ഉള്ളു മഴ. ആ അതെ, ചെറുകടി തന്നെ വേണ്ട. ചെറുകടി തന്നെ വേണ്ട. ഉള്ളിവിടെ ഉണ്ട്. നമ്മുടെ നാടൻ തട്ടുകടയിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഉള്ളിവട, ബോണ്ട, ഇത് മുളക് ബജ്ജി, ഏത്തക്ക ബോളി, സുഖിയൻ, പിന്നെ മസാല ബോണ്ട ഉണ്ട്, പിന്നെ പരിപ്പ് വട, ഉഴുന്ന് വട. ഏതാ വേണ്ടതെന്ന് മേടിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ അടുത്തെത്തി. ഓ കോഴിക്ക് ഡോറൊക്കെ തുറന്നു കൊടുക്കണം നീ. പിന്നെ തുറക്കാൻ ബുദ്ധിമുട്ടായാലോ. എന്തോ ഒരു സൗകര്യമാണെന്ന് നോക്കിയേ. അതെ 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 അതെ, ആരൊക്കെയാലും ഉണ്ടോന്ന് ഇതുപോലെ സൗകര്യം അല്ലേ. ഡോറ് തരുന്നായിരുന്നോ? ക്യാരവാനെ കൊണ്ടിരുന്നു. എന്നതാ? ഞാൻ ആരാ ചേട്ടാ? ഞാൻ ആരാ? ഇനി എന്നാ പരിപാടി? ഞാൻ ഇനി നേരെ കോട്ടയം പോവാ. ആ അല്ല, നീ വീട്ടിൽ കോട്ടയത്ത് നിന്നല്ലേ ഇങ്ങോട്ട് വന്നേ? പിന്നെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറി വീണ്ടും കോട്ടയം പോവാ. ആണോ? ഉത്സവം. അപ്പോൾ ഉത്സവമൊക്കെ കൂടിയിട്ടേ രാവിലെ ഇത് ഇറക്കാൻ പോകണ്ടേ? നാളെ തീരത്തില്ല ഉത്സവം. 3 ദിവസത്തേക്ക് ലീവാ. ആ പിന്നെ നാളെ ഇറക്കിയിട്ട് വന്ന് നാളെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ ഉത്സവം. അതെ, ഇല്ല, 3 ദിവസം ചെന്നൈയിൽ നിന്ന് ഇവിടം വരെ വണ്ടി എത്തിക്കാവുന്നുള്ളൂ. ഇത് ബാക്കിയെല്ലാം കോ ഡ്രൈവറാണ് കമ്മിറ്റി. അപ്പം ശമ്പളം അങ്ങനെ ആയിരിക്കും? വേണ്ട. അല്ല, കോ ഡ്രൈവർ ആൻഡ് കമ്മിറ്റി. നീ കോ ഡ്രൈവർ അല്ലേ? അല്ല, ഞാൻ കോ ഡ്രൈവറാ. പിന്നെ കണ്ണപ്പൻ ദാസപ്പൻ തന്നെ ഇവിടെ വരെ വന്നപ്പോഴത്തേനെ പുള്ളി മെയിൻ ഡ്രൈവർ ആയതാ. സ്വയം അങ്ങ് ആയി. കുഴപ്പമില്ല. രാവിലെ അവരെ വിളിച്ചിട്ടേ നാളെ ഇറക്കുമെന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ പടുത അടിക്കാൻ വേണ്ടി ജസ്റ്റ് വന്നു പോകാം. ആർക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ മുറിക്കുക നിർബന്ധിച്ചാലല്ലേ?
ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, സെലിബ്രേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഡോറൊക്കെ തുറന്നു തന്നെ. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. വേണ്ടേ, രണ്ടുപേര് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ദാമക്കുട്ടിയും അച്ഛമ്മയും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.